നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കേരളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ആദ്യം തന്നെ നിങ്ങളോട് ഒരു വളരെ ആത്മാർത്ഥമായ സ്നേഹവും കടപ്പാടും പ്രപഞ്ചശക്തിയുടെ പേരുള്ള നന്ദിയും നിങ്ങൾക്ക് പറയുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ധാരാളം സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കും തരുന്നു. ഇതിനിയും തുടർന്ന് നിങ്ങൾ നൽകുമെന്ന് എനിക്കറിയാം. നമ്മളൊരു കുടുംബം പോലെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹം എന്നും ഉണ്ടാവണം. നമ്മളിന്ന് കർക്കിടകക്കൂറിൻ്റെ ഇനി വരുന്ന കാലം, അതായത് കുറച്ച് നമ്മളിപ്പോൾ നമുക്കൊക്കെ അറിയാം, സ്ഥിരമായി വീഡിയോകൾ കാണുന്നവർക്കറിയാം, ഒരു ഇപ്പോൾ നമ്മുടെ ശനിമാറ്റം, വ്യാഴമാറ്റം, അതുപോലെ തന്നെ രാഹുകേതു മാറ്റമൊക്കെ കഴിഞ്ഞിട്ട് 4-5 മാസം കഴിഞ്ഞു. അപ്പോൾ പൊതുവിൽ കർക്കിടകക്കൂറിന് അത്ര നല്ല സമയം ആയിരുന്നില്ല എന്നാണ് നമ്മുടെ ധാരണ. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങോട്ട് കുറച്ചുകൂടി അതായത് ഗുണദോഷ സമ്മിശ്രമായിരുന്നു, അത്ര ഗുണം ചെയ്തിട്ടില്ല, എന്നാൽ വലിയ ദോഷമില്ലായിരുന്നു. എങ്കിലും നമുക്ക് ഇനി അങ്ങോട്ട് ഗുണം ചെയ്യുമെന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ചും നമുക്കെല്ലാം ധനമാണ് പ്രധാനം. ധനപരമായിട്ടും നമ്മുടെ ജോലി, പഠനം, നമ്മുടെ ഉയർച്ച, ഇതിൽ എങ്ങനെ ഈ പ്ലാനറ്ററി പൊസിഷൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദം, 4-ാം പാദം, പൂയം, ആയില്യം. ഈ കർക്കിടകക്കൂറിന് വ്യാഴം 12-ൽ നിൽക്കുന്ന സമയമായതുകൊണ്ടാണ്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകാത്തത്. എങ്കിലും അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ അഷ്ടമത്തിൽ നിന്ന ശനി 9 ഭാഗ്യസ്ഥാനത്തേക്ക് മാറി തന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലുള്ള ഡിലേ, അതായത് കാലതാമസം, മന്ദഗതി മാറി. ശനി കർമ്മകാരൻ കൂടി ആയതുകൊണ്ട് നമുക്ക് വരും കാലത്തേക്ക്, ഇനിയും വരുന്ന കാലത്തേക്കുള്ള പുതിയ പുതിയ പദ്ധതികൾ, പുതിയ പുതിയ ജോലി അവസരങ്ങൾ, അതുപോലെ തന്നെ പുതിയ ബിസിനസ് അവസരങ്ങൾ, പുതിയ പാർട്ണർഷിപ്പുകൾ, അതുപോലെ തന്നെ പഠനത്തിൽ തന്നെ പുതിയ പുതിയ പഠിക്കാനുള്ള മേഖലകൾ, ഉപരിപഠനം, ഇതിനൊക്കെയുള്ള സാധ്യതകൾ കൊണ്ടുവരുന്നൊരു സമയമാണ് ഇനി. അതാണ് പ്രധാനം എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഈ പണ്ടുള്ളവർ പറയുന്ന ചൊല്ലുകൾ, മുത്തശ്ശി വാക്യങ്ങൾ അത്ര മോശമല്ല. ഈ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ നേരത്തെ കരുതൽ വയ്ക്കണമെന്നാണ്. ഇപ്പം നമ്മൾ കരുതുന്നതാണ് നമ്മുടെ, അതായത് ഭാവിക്ക് ഗുണകരമായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ തീരെ കഷ്ടാവസ്ഥയിലല്ല. ഈ മുത്തശ്ശി ചൊല്ലെന്ന് പറഞ്ഞത്, ഇപ്പോൾ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തറുക്കാന്ന് പറയും. ഇപ്പോൾ വലിയ സമ്പത്ത് കാലമൊന്നും അല്ലെങ്കിലും നമുക്കിപ്പോൾ 10 തൈ വയ്ക്കാൻ പറ്റുന്ന ആരോഗ്യവും അതിനുള്ള അനുഗ്രഹവും ഭഗവാൻ തന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ അത് കുറേ കൂടെ ഗുണം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് വ്യാഴം നഷ്ടസ്ഥാനത്താണെങ്കിലും അത് ദോഷം ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ യാദർച്ഛികമായിട്ട് കൈവശം ചില വഴികളിലൂടെ ധനം വന്നുകൂടാന്നില്ല. ആ വരുന്നത് ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഭാവി മീൻസ് ഫ്യൂച്ചറിൽ ഫ്രൂട്ട്ഫുൾ ആവുന്ന രീതിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ഏതെങ്കിലും റെക്കറിങ് ഡെപ്പോസിറ്റോ ഒക്കെ ആക്കി മാറ്റാനും, ഭാവിയിലേക്ക് ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാനും ഒക്കെ നല്ല സമയമാണ്. ഇപ്പോൾ നമ്മൾ നിലവിലുള്ളൊരവസ്ഥയിൽ നിങ്ങൾക്ക് കുറേ ഗുണം വരാനുള്ള ഒരു പ്രധാന കാരണം, ചൊവ്വ നിങ്ങൾക്ക് 4-ലേക്ക് വന്നു. ചൊവ്വ 4-ൽ വരുമ്പം നിങ്ങൾക്ക് കുടുംബപരമായ ഭൂമി, അതുപോലെ തന്നെ ഭൂമി വാങ്ങാനുള്ള ചില അവസരങ്ങൾ, ലോണിലെങ്കിലും വാങ്ങാനുള്ള അവസരങ്ങൾ, വീടും ഭൂമിയും ഇല്ലാത്തവർക്ക് വീടും ഭൂമിയും വാങ്ങാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ തേടി വരാം. അതുപോലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു ഗുണകരമായ മാറ്റം വരുന്ന സമയമാണ്. അതുപോലെ നിങ്ങളുടെ 3-ൽ സഹായസ്ഥാനത്താണ് ആദിത്യനും ബുധനും ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ആദിത്യനും ബുധനും സഹായസ്ഥാനത്ത് നിൽക്കുമ്പോൾ സർക്കാർ രേഖാപരമായിട്ട് വരേണ്ട ചില ഗുണങ്ങൾ, അതായത് നിങ്ങളൊരു ലോണിനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങളോ ധനപരമായ കാര്യങ്ങൾക്കോ ഇറങ്ങി തിരിച്ചാൽ അത് ഫ്രൂട്ട്ഫുൾ ആകും, നിങ്ങളിലേക്ക് വരും അത്. മറ്റൊന്ന്, സർക്കാരുമായിട്ടുള്ള ചില കോൺട്രാക്റ്റ് കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരും.
നിങ്ങൾക്ക് ധനപരമായിട്ട് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം സർക്കാരിൻ്റെ എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലൊരു വലിയ ബിസിനസ്സോ പദ്ധതിയോ തുടങ്ങാൻ കുറച്ച് കൂട്ടുകാർ വന്നു, അയ്യോ എനിക്ക് സമയം മോശമാണ്, ഞാൻ ഒന്നിനും ഇറങ്ങില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. പകരം നിങ്ങൾക്ക് അതിൻ്റെ രേഖാപരമായ കാര്യങ്ങൾ, അതായത് നമ്മുടെ അതിൻ്റെ പിന്നെ ഗവൺമെൻറ് വഴിയായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നീക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്, അതിന് അനുകൂലമാണ്. സർക്കാർ ഈ അനുമതികളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്, അതിന് ശ്രമിക്കാം. മറ്റൊന്ന്, നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിലൊരു പാർട്ണർഷിപ്പോ വരുന്നു, തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന നമ്മളെ രേഖാപരമായ കാര്യങ്ങൾ, നമ്മൾ എല്ലാത്തിനും ഒരു ഡോക്യുമെൻറ്റേഷൻ വേണമല്ലോ, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നീക്കാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെ ഇപ്പോഴും നീങ്ങിയാൽ അത് നിങ്ങൾക്ക് ഒരു മാർച്ച് കഴിയുമ്പോൾ അനുകൂലമായിട്ട് മാറും, നമ്മുടെ കയ്യിൽ വരുന്ന അവസ്ഥയാവും. അന്ന് നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. ഇനി 2 ഈ ശുക്രൻ കേതുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഈ 2 എന്ന് പറയുന്നത് കുടുംബം, വാക്ക്, ധനം, ഈ സ്ഥാനമാണ്. അപ്പം നമ്മുടെ വാക്കുകളിലെ അശ്രദ്ധ കൊണ്ട് നമുക്ക് ധനനഷ്ടമോ അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. വാക്കുകളിൽ വളരെ ക്ഷമ പുലർത്തുക. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ കാണുകയും ചെയ്യുക. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് എന്ത് കൊടുക്കുന്നു അതേ തിരിച്ചു വരുള്ളൂ. പോസിറ്റീവായി ചിന്തിക്കുന്നവർക്ക് പോസിറ്റീവ് തന്നെ വരും. താൽക്കാലികമായ കഷ്ടതകളും ദുഃഖമൊക്കെ മാറും. എന്നും അങ്ങനെയല്ല. മറ്റൊന്ന്, നമ്മൾ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നമ്മളെ ഇഷ്ടക്കാർ, ഇവരോടെല്ലാം നമ്മൾ വാക്ക് തർക്കമോ അല്ലെങ്കിൽ വാക്ക് കൊണ്ട് അവരെ മുറിവേൽപ്പിക്കാനോ ശ്രമിക്കരുത്. അതുപോലെ വാക്കുകളിൽ തെറ്റിദ്ധാരണ വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നത്ര നമ്മൾ ഒരു സംയമനവും ക്ഷമയും പാലിച്ചു പോവുക. ഇല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ ജോലിയിലോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിലോ രാഷ്ട്രീയത്തിലോ ഉന്നത സ്ഥാനങ്ങളൊക്കെ ഇരിക്കുന്നവരായിരുന്നാൽ ഇത് ശ്രദ്ധിക്കണം. കാരണം നമ്മളെ സഹായിക്കേണ്ട ആൾക്കാരുമായിട്ട് ചില വാക്കുകളുടെ അശ്രദ്ധ കൊണ്ട് വലിയ ചാൻസുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു വലിയ പ്രമോഷനോ അല്ലെങ്കിൽ വലിയൊരു ധനപരമായ കാര്യമോ ഒരു സ്ഥാനമോ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അനിഷ്ടമായ ഒരു വാക്ക് അറിയാതെ നാവിൽ നിന്ന് വീണാൽ മതി. അപ്പം വാക്കുകളിൽ വളരെ സംയമനം വേണ്ട ഒരു കാലം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ വിദേശ യോഗത്തിന് പറ്റിയ സമയമാണ്. വിദേശ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ വിദേശത്ത് പോകാനോ വിദേശ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ നിങ്ങൾ ഇപ്പോഴും ഉദ്ദേശിക്കുന്നവർ, അത് ഉപരിപഠനത്തിനോ ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോഴേ നിങ്ങളതിനുള്ള ഡോക്യുമെൻറ്റേഷനും അതിനുള്ള കരുക്കൾ നീക്കിയാൽ നിങ്ങൾക്കത് അനുകൂലമായിട്ട് കുറച്ച് കഴിയുമ്പോൾ വരും. ഒരു 6 മാസം കഴിയുമ്പോൾ അത് അനുകൂലമായിട്ട് വരും. അതുകൊണ്ട് അതിനെല്ലാം പറ്റിയ സമയമാണ്. അതായത് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. കഴിയുന്നത്ര കടം വാങ്ങിക്കാതിരിക്കുക. സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരിൽ നിന്ന് സഹായം അധികം സ്വീകരിക്കാനോ പോകാതിരിക്കുക. അതായത് ചിലവ് ചുരുക്കി നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. സാമ്പത്തിക സ്ഥാപനങ്ങളിലും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുകളിൽ ഇടപെടുന്നവർ വളരെ ശ്രദ്ധിക്കണം. നമ്മളറിയാതെ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ലോസ് വരുന്ന സമയമാണ്. അതൊന്ന് ശ്രദ്ധ പുലർത്തിയാൽ മതി. അല്ലാതെ പൊതുവിൽ സമയം വളരെ നല്ലതാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വ്യാഴം മാർച്ച് 2026 ആകുമ്പം ജന്മത്തിലേക്ക് വരുമ്പം കുറേ കൂടെ ഗുണവും ഐശ്വര്യവും വരും. നിങ്ങൾ കുറച്ചുകൂടി ഗുണകരമായ ഒരവസ്ഥയിലേക്ക് മാറും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. കൺസൾട്ടിങ്ങിനോ സംശയങ്ങളോ ആണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. കോൾ ഞാൻ അധികം അറ്റൻഡ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം നല്ലതാണ്. ഈ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ.